ചെമ്പനീർ പൂവിലെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയുടെ നിർബന്ധപ്രകാരം നമ്മൾ ശ്രുതിയാണെങ്കിൽ അച്ഛന് ബലിയിടാനൊക്കെ വന്ന് ഫ്രണ്ടിലിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ പൂജാരി ചോദിക്കുന്നുണ്ട്, മോളെ അച്ഛൻ്റെ പേര് പറയാനൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പീതാംബരൻ മൂല നക്ഷത്രം എന്നൊക്കെ ഇങ്ങനെ വായി തോന്നിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല മോളെ അന്ന് വേറെ പേരായിരുന്നല്ലേ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ഞാൻ സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ നാളെ പറഞ്ഞതെന്നൊക്കെ നമ്മൾ ശ്രുതി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ പിന്നെ അച്ഛൻ്റെ പേര് നാളൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഈ കർമ്മമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണെങ്കിൽ നമ്മൾ ശ്രുതിയാണെങ്കിൽ ഈ കാക്കയെ കൈ തട്ടിയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ കാക്കയൊന്നും വരുന്നില്ല. ആ സമയത്ത് നമ്മൾ രേവതിയാണെങ്കിൽ സച്ചിയുടെ അടുത്ത് ചോദിക്കാത്ത, സച്ചിയേട്ടാ കാക്കയൊന്നും വരുന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സച്ചി പറയാം, നിങ്ങൾ മലേഷ്യയിൽ നിന്ന് ഇനി ഫ്ലൈറ്റ് കയറി വരണ്ടേ, അതായത് ലേറ്റ് ആവുന്നതെന്നൊക്കെ ഇങ്ങനെ ഒരുമാതിരി കളിയാക്കിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പൂജാരിയൊക്കെ പോയതിന് ശേഷമാണെങ്കിൽ നമ്മൾ സച്ചിയാണെങ്കിൽ നമ്മൾ ശ്രുതിയെടുത്ത് പറയുന്നുണ്ട്, അത് ശ്രുതി ഒരു 41 ദിവസം വ്രതമൊക്കെ എടുത്തു കഴിഞ്ഞാലാണെങ്കിൽ അതിൻ്റെ കൂലി നിനക്ക് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ശ്രുതിയാണെങ്കിൽ നമ്മൾ ശ്രുതിയെടുത്ത് പറയുന്നുണ്ട്, പിന്നെ അതിനൊക്കെ കൊച്ചച്ഛനെ വിളിക്കാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശ്രുതിയാണെങ്കിൽ ആടെ ബിലാലിനെയൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ബിലാലാണെങ്കിൽ ഇറച്ചിക്കടയിലൊക്കെ നിൽക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ കോളൊക്കെ വിളിക്കുന്നത്, അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സച്ചി പറയുന്നുണ്ട്, ഇതെന്താ ഇറച്ചിക്കടയിലൊക്കെ നിൽക്കുക. ആ സമയത്ത് നമ്മൾ ബിലാൽ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ കുറച്ച് ചിക്കനും മട്ടനൊക്കെ മേടിക്കാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ രേവതിയാണെങ്കിൽ ആ സ്ഥലമൊക്കെ നല്ലോണം നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ നമ്മൾ സച്ചിയെടുത്ത് പറയുന്നത്, സച്ചിയേട്ടാ രേവതിയാണെങ്കിൽ പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഇത് മേലത്തൂർ ജംഗ്ഷൻ്റെ അടുത്തുള്ള ഇറച്ചിക്കടയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മൾ ശ്രുതിയാണെങ്കിൽ ആകെ ഞെട്ടി ഷോക്കായിട്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാൻ വയ്യാതെ ആ ടെൻഷനിലൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.